കൂട്ടുകാരെ, ഉച്ചയ്ക്ക് നല്ല ഉഗ്രം മീൻകറിയും കൂട്ടി ഒരു ഊണ്. അതായത് മലയാളിക്കാണ് അത് ഇഷ്ടമില്ലാത്തത്. അങ്ങനെയെങ്കിലും ഒരു ചോദ്യം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖം ഏതാണ്? അത് കൊല്ലം ജില്ലയിലാണ് നീണ്ടകര മത്സ്യബന്ധന തുറമുഖം. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നീണ്ടകര മത്സ്യബന്ധന തുറമുഖം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ മറ്റൊരു ചോദ്യം കൂടി വന്നു, നീണ്ടകരയുടെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം സ്വാഭാവികമായിട്ടും നോർവേയാണ്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് നീണ്ടകരയിലല്ല, ഇത് കോഴിക്കോട് ജില്ലയിലെ പുയ്യാപ്പ എന്ന തുറമുഖമാണ്. നമ്മുടെ നിഷാന് പൊതുവേ മീൻ വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല, എല്ലാം നേരിൽ കാണട്ടെ എന്ന് കരുതി. പെട്ടിക്കണക്കിന് മത്തിയൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ മീനിനോട് താല്പര്യം കൂടിയെന്നാണ് കരുതിയത്. പക്ഷെ അവൻ പറയുന്നത്, ഇനി ഞാൻ ഇതെല്ലാം കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ മീൻ കഴിക്കുന്നേ ഇല്ലെന്നാണ്. മത്തിയാണ് അവിടെ കൂടിക്കിടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണവും മത്തിയാണ്. അപ്പോൾ നിറയെ മത്തികളുള്ളത് കൊണ്ട് ചാളക്കടൽ അല്ലെങ്കിൽ ഹെറിംഗ് പോണ്ട് എന്ന് വിളിക്കുന്ന ഒരു കടലുണ്ട്, അത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഇവരിങ്ങനെ ഈ കൂടി നിന്ന് വലിയ ചർച്ച നടത്തുന്നത് ഇക്തിയോളജിയും പിസിക്കൾച്ചറും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ഇക്തിയോളജി എന്നാൽ അത് ശാസ്ത്രീയമായിട്ട് മത്സ്യത്തെയും മത്സ്യവിഭാഗങ്ങളെയും ഒക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. മറിച്ച് പിസിക്കൾച്ചർ എങ്ങനെയാണ് എളുപ്പത്തിൽ മത്സ്യങ്ങളെ വളർത്താൻ പറ്റുന്നത്, പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കി നമുക്ക് മത്സ്യങ്ങളെ റിയർ ചെയ്തെടുക്കുന്ന പരിപാടിക്കാണ് പിസിക്കൾച്ചർ എന്ന് പറയുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രസമുള്ളൊരു കാഴ്ചയാണ്. ഐസിലാണ് മീനുകൾ സംരക്ഷിക്കുന്നതെന്നറിയാം. വലിയ ബോട്ടുകളിലേക്ക് ഐസ് നിറയ്ക്കുന്നത് എങ്ങനെ? താഴെ കൊണ്ടുവന്ന ഐസിൻ്റെ പീസുകൾ പൊട്ടിച്ച് ഈ കൺവെയർ ബെൽറ്റിലൂടെ കപ്പലുകളിലേക്ക്, ബോട്ടുകളിലേക്ക് നിറയ്ക്കുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്, മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഈ ഐസുകളിൽ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് പോലും ഭീഷണിയാകുന്നുണ്ട്. ഏതാണ് ആ വസ്തു? അത് ഫോർമാലിനാണ്. ഫോർമാൽ ഡിഹൈഡാണ് ഫോർമാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ നിൽക്കുന്നു. ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. കേരളത്തിൻ്റെ ദേശീയ മത്സ്യം ഏതാണ്? നമുക്കൊരു ദേശീയ മത്സ്യമുണ്ട്, അത് കരിമീനാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയോ? അത് ഗംഗാ ഡോൾഫിൻ.